നമസ്കാരം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരളത്തിൽ സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വർണം മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റും സ്വപ്നങ്ങളും ഒരുപോലെ തകരുകയാണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കൂടുന്നത്? ഇതിന് പിന്നിൽ ആഗോള ഘടകങ്ങൾ എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ ചരിത്രവും ഭാവിയും എങ്ങനെയാണ് ഈ വില വർധനവിനെ സ്വാധീനിക്കുന്നത്? സ്വർണം എന്നത് വെറും ഒരു ആഭരണം മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് സമ്പത്തിന്റെ പ്രതീകവും സുരക്ഷിത നിക്ഷേപവുമാണ്. പുരാതന ഈജിപ്റ്റ് മുതൽ ആധുനിക ലോകം വരെ സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലത്ത് ജനങ്ങൾ സ്വർണത്തെ ആശ്രയിച്ചു. അതിനുള്ള പ്രധാന കാരണം യുദ്ധങ്ങളോ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളോ സാമ്പത്തിക തകർച്ചകളോ ഉണ്ടാകുമ്പോൾ കറൻസികളുടെ മൂല്യം ഇടിയും. എന്നാൽ സ്വർണത്തിന് അതിന്റെ മൂല്യം നിലനിർത്താൻ കഴിയും. ഇത് തന്നെയാണ് സ്വർണത്തെ ഒരു സുരക്ഷിത താവളമാക്കി എക്കാലവും മാറ്റുന്നത്. സ്വർണവിലയിലെ ഈ കുതിച്ചുയരൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. കേരളത്തിൽ സ്വർണം എന്നത് വെറും ആഭരണം മാത്രമല്ല, മറിച്ച് കല്യാണങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നുകൂടിയാണ്. വില കൂടിയതോടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ പോലും സാധാരണ കുടുംബങ്ങൾ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്നു. ഇത് പല കുടുംബങ്ങളുടെയും കടബാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏകദേശം 78,000 രൂപയ്ക്ക് മുകളിൽ മുടക്കണം. എന്നാൽ ഇത് ആഭരണമായി മാറുമ്പോൾ പണിക്കൂലിയും GSTയും ചേർത്ത് വില ഇനിയും ഉയരും. സ്വർണം വിൽക്കുമ്പോൾ ഈ പണിക്കൂലി കിട്ടാറില്ല എന്നതും സാധാരണക്കാരനെ സംബന്ധിച്ചൊരു വലിയ നഷ്ടമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത. ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ തുടരുന്നിടത്തോളം കാലം സ്വർണത്തിന് ഡിമാൻഡ് നിലനിൽക്കും. ദീപാവലി സീസണോടെ സ്വർണ്ണവില ഒരു പവന് 80,000 രൂപ കടന്നേക്കാമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാർക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ സ്വർണത്തിൽ ചെറിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിജിറ്റൽ ഗോൾഡ് പോലുള്ള പുതിയ വഴികളെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സ്വർണം കരുതൽ ധനമായി സൂക്ഷിക്കുന്നു. സ്വർണം സാധാരണയായി കരുതപ്പെടുന്നത് പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു പ്രധാന രക്ഷാകവചമായിട്ടാണ്. സ്വർണത്തിന്റെ ആഗോള ഡിമാൻഡിന്റെ ഏകദേശം 50% ആഭരണങ്ങൾക്കാണ്. ഇന്ത്യയും ചൈനയുമാണ് ഈ ഡിമാൻഡിന്റെ മുൻപന്തിയിൽ. ആയിരക്കണക്കിന് വർഷങ്ങളായി സ്വർണം ഇന്ത്യയിൽ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. കുടുംബത്തിലെ പാരമ്പര്യമായി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിലടക്കം സുരക്ഷിതമായ ഒരു സമ്പാദ്യമായി ഇത് കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള എളുപ്പമുള്ള മാർഗമായും ആവശ്യഘട്ടങ്ങളിൽ വിൽക്കാനും പണയം വെക്കാനും എളുപ്പമായതിനാലും സ്വർണത്തോടുള്ള താല്പര്യം ഇന്ത്യക്കാർക്ക് വളരെ കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ കുടുംബങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും കൈവശമുള്ള സ്വർണം 25,000 ടണ്ണിലധികം വരുമെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട്. ഇത് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ GDPയുടെ വലിയൊരു ശതമാനത്തിന് തുല്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തങ്ങളുടെ കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. US ഡോളറിനെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരണം നടത്താനുള്ള കേന്ദ്ര ബാങ്കുകളുടെ ആഗോള തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണിത്. ഉയർന്ന വില കാരണം പരമ്പരാഗത ആഭരണങ്ങൾ വാങ്ങുന്നതിന് പകരം ചെറിയ അളവിലുള്ള സ്വർണ്ണ നാണയങ്ങൾ, ഡിജിറ്റൽ ഗോൾഡ് തുടങ്ങിയ നിക്ഷേപങ്ങളിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സ്വർണത്തിന്റെ വില പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.